എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടനും മോളും കൂടി ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വന്നത് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ് അവർ വരിക. വൈകുന്നേരം വന്നു. ഇനി രാത്രിയിലത്തെ ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട് കേട്ടോ. ആ രാത്രിയിലത്തെ ഇഞ്ചക്ഷനും പിന്നെ മോളല്ല പോവുക, അത് ഭർത്താവിൻ്റെ ഏട്ടനാണ് കൊണ്ടുപോവുക. അങ്ങനെ അവർ വരുമ്പോൾ പപ്സും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മോൾക്ക് ചായ വേണ്ട, അവൾക്ക് വെറും പപ്സ് മാത്രം മതി. ചായ എൻ്റെയാണ്. അപ്പോൾ പപ്സ് കഴിക്കുകയാണ് മോള്, പപ്സ് ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ ചായയും മിക്സ്ചറും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഏട്ടനൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നും കഴിക്കാനൊന്നും വേണ്ട, ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ നാരങ്ങ വെള്ളമോ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ ഉമ്മർത്തിരുന്ന് ഞങ്ങൾ എല്ലാ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുമ്പോൾ കുറച്ച് നമ്മൾ സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞ് എനിക്ക് പുറത്തൊന്ന് പോകാനുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത വീട്ടിലൊരാൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അടുത്താണ്, അപ്പോൾ വല്ലാതെ ഡ്രസ്സ് മാറ്റി അങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ട് പോയി ഒന്നും വേണ്ട, തൊട്ടടുത്ത വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ അന്ന് അങ്ങോട്ട് പോയി വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ മോളോട് പോരുന്നുണ്ടോ എന്നാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് അവിടെ തന്നെ തൊട്ടടുത്ത വീട്ടിലൊന്ന് പോയിട്ട് ആളേനെ കണ്ട് അപ്പോൾ തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഇനി എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നനയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊന്നുമില്ല, അന്ന് 2 മഴ കിട്ടിയത് തന്നെയാണ്. അതിന് ശേഷം പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ അത് ഒക്കെ ഒന്ന് നനച്ചിടുകയാണ്. ഏട്ടൻ ഈ സമയത്ത് ഉമ്മർത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി രാത്രിയിലത്തെ കഴിഞ്ഞ് പോകാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി 9:30 ആവുന്ന സമയത്താണ് പിന്നെ രാത്രിയിലത്തെ ഇഞ്ചക്ഷൻ. അങ്ങനെ ഒരു ദിവസം 3 ഇഞ്ചക്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞു. ഫ്രണ്ടിലെ ഭാഗം ഞാൻ ഇന്നലെ നനച്ചിട്ടതാണ്. ബാക്ക് ഭാഗം നനച്ചിട്ടിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഫ്രണ്ടൊക്കെ ഒന്ന് നനച്ചിട്ട് പിന്നെ വിളക്കൊക്കെ കത്തിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കത്തിക്കുക, മേലൊക്കെ കഴുകുക, വിളക്കൊക്കെ കത്തിക്കുക. പിന്നെ ഏട്ടന് രാത്രി പോണതിൻ്റെ മുന്നേ തന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഗോതമ്പത്തിൻ്റെ കഞ്ഞി മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കഞ്ഞി അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് രാവിലത്തെ ദോശയും കടലക്കറിയും ഉണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം അതാണ് കേട്ടോ, ദോശ. അപ്പോൾ മോൾക്ക് സാമ്പാറൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കടലക്കറി മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സാമ്പാർ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ മോൾക്കിപ്പോൾ റെക്കോർഡൊക്കെ അയച്ച് തന്നിടങ്ങി കേട്ടോ ഫോണിലേക്ക് ടീച്ചേഴ്സ്. അപ്പോൾ അവൾ റെക്കോർഡൊക്കെ കുറച്ചായിട്ട് എഴുതുകയാണ്. വിഷു കഴിഞ്ഞാൽ ബാക്കിയുള്ള റെക്കോർഡും കൂടി അയച്ചു തരാമെന്ന് ഓരോ വിഷയത്തിൻ്റെയും മാഷന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അയച്ചു തന്നവരുടെയൊക്കെ എഴുതി വയ്ക്കുകയാണ് തുറക്കണതിൻ്റെ മുന്നേ. തുറന്നാൽ പിന്നെ എല്ലാം കൂടി നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോളത് ചെയ്യാണ്. ഞാൻ ഏട്ടനവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. മോള് മേലൊക്കെ കഴുകി കഴിഞ്ഞ് റെക്കോർഡൊക്കെ എഴുതുകയാണ്. കുറച്ചായിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ തുറന്നാൽ ഒന്നിച്ചത് ഭാരം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചേഴ്സും അത് വീട്ടിലേക്ക് ആദ്യം തന്നെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ ദോശ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാനില്ല, കടലക്കറിയും സാമ്പാറും ഉള്ളത് കൊണ്ട് അവൾ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ കഴിക്കാനും ഇരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ മോൾക്ക് 2 ദിവസമായിട്ട് ഇന്നത്തേൽ ഇത് കഴിഞ്ഞു, ഇഞ്ചക്ഷനും കഴിഞ്ഞു. ഇന്നത്തെ രാത്രിയിലത്തെ ഒരു ഇഞ്ചക്ഷനും കൂടിയും കഴിഞ്ഞ ഇഞ്ചക്ഷൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പിന്നെ മോൾക്ക് ഇനി രാവിലെ കുറച്ച് നേരം ഇറങ്ങാം, പിന്നെ റെക്കോർഡൊക്കെ ഇനി കംപ്ലീറ്റ് ആക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് നേരമല്ലേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ റെക്കോർഡൊക്കെ എഴുതാം. അപ്പോൾ അത് ഇനി നാളെ ഇഞ്ചക്ഷനില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മോളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മോളിന് കുറേശ്ശെ എഴുതാനൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഭർത്താവിൻ്റെ ഏട്ടൻ വന്നിട്ട് ഏട്ടനെ കൊണ്ടുപോവുകയാണ് ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനും മോളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ടേബിൾ മുമ്പിൽ തന്നെ ഇന്ന് ഒരുക്കിയ, മോള് പിന്നെ അവളുടെ സ്ഥലമുണ്ട് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതും അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിപ്പിച്ചോളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഏട്ടൻ പോകണതിൻ്റെ മുന്നേ ഒന്ന് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഫക്കെട്ട് ഉള്ളെന്ത് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ
ഒന്ന് ആവി പിടിക്കുകയാണ്. അത് പിടിച്ച് പോകുമ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, രാത്രി കിടക്കാനും ഒക്കെ ഒരു സുഖം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആവി പിടിക്കുകയാണ്. അപ്പോൾ ദോശയും കടലക്കറിയാണ് മോളുടെ ഭക്ഷണം രാത്രിയിലത്തെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അവർ പോകണ ഒരു കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. ഇനി അവർ പോയി വന്നിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ കിടക്കുള്ളൂ. അവരെത്താൻ ഒരു 11 മണിയൊക്കെ ആവും. ഡോക്ടർ എല്ലാവരെയും നോക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രിപ്പ് ഇട്ടിട്ട്, ഏട്ടന് ട്രിപ്പായിട്ടാണ് ഇഞ്ചക്ഷൻ കയറ്റണം. അപ്പോൾ ട്രിപ്പൊക്കെ ഇടണം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും അവർ തിരിച്ച് വരാനായിട്ട് കേട്ടോ.